എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. പൗലോസ് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല. പൗലോസ് പറയാണ്, നമ്മളും, ഈ വചനം പ്രഘോഷിക്കുന്ന നമ്മളും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഒരു കാലത്ത് ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട്, ശരീരത്തിനുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട്, മനസ്സിനുണ്ടായിരുന്ന അഭിലാഷങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു നമ്മളും. എഫേസ്യസ് 2:3, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അജ്ഞത ബാധിച്ച മനുഷ്യന്റെ, പഴയ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഈ പഴയ മനുഷ്യനെ നമ്മിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ്. എന്തിനാ ഈ പഴയ മനുഷ്യനെ മാറ്റുന്നത്? ഈ പഴയ മനുഷ്യൻ ജീർണിച്ച മനുഷ്യനാണ്, ജീർണതയുള്ള മനുഷ്യനാണ്. തിന്മയിലേക്ക് പായാൻ കാലുകൾക്ക് വെമ്പലുള്ള മനുഷ്യനാണ്. അനുഗ്രഹിക്കാനാണോ ആദ്യം നാവ് ഉയരുന്നത്? ശപിക്കാനും തിന്മ പറയാനും നാവ് ഉയരുന്ന മനുഷ്യനാണ് ഈ പഴയ മനുഷ്യൻ. കൊടുക്കാനാണോ ആദ്യം കൈ നീളപ്പെടുന്നത്? സ്വരുക്കൂട്ടാൻ, സ്വാർത്ഥതയിൽ ജീവിക്കാൻ കയറങ്ങൾ നീളുന്ന മനുഷ്യൻ പഴയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനാക്കണമെങ്കിൽ ഇതാ ഇനി പാപത്തിനടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.